പുതിയ അപ്ഡേറ്റ്സ് വരുന്നു. തൃപ്പൂണിത്തറയിൽ ബി.ജെ.പിയുടെ തേരോട്ടം തുടരുകയാണ്. ആനന്ദ് ജി മേനോൻ വിജയിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലെ 44-ാം വാർഡിൽ CPM നേതാവും മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ OV സലീമിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. LDF-ൽ നിന്ന് ബി.ജെ.പി സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. ഒപ്പം കൊച്ചി കോർപ്പറേഷനിൽ ലീഡ് നില മാറിമറിയുന്നുണ്ട്. അവിടെ UDF തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. കോർപ്പറേഷൻ 40 വാർഡുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDF 32. ബി.ജെ.പി കൊച്ചി കോർപ്പറേഷനിൽ 4 വാർഡുകളിലാണ്. ശ്രദ്ധേയം തന്നെയാണ് ഗൗതം. കാര്യം ഇടതുമുന്നണി ഭരണം ഉറപ്പിച്ചിരുന്ന കോർപ്പറേഷനാണ്. അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന കോർപ്പറേഷനിൽ മാറി ചിന്തിച്ചിരിക്കുന്നു ജനത. തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത കൂടി വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫോർട്ട് വാർഡ് NDA നിലനിർത്തിയിരിക്കുന്നു. 2103 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് ഹരികുമാർ വിജയിച്ചിരിക്കുകയാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ പല സ്ഥലങ്ങളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ മാന്നാർ ഡിവിഷനിൽ ശ്രീരാജ് ശ്രീവിലാസം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവാണ്. ആലപ്പുഴയിലെ അദ്ദേഹം യുവ നേതാവാണ്. ബി.ജെ.പിയിൽ വളരെ കാലഘട്ടങ്ങളായി പ്രവർത്തിക്കുന്നതാണ് ശ്രീരാജ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരികയാണ്. കാസർഗോഡും ചില ജില്ലാ പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു നിയമസഭയുടെ പകുതി വരുന്നതാണ്. അത്തരം വിവിധ ജില്ലാ പഞ്ചായത്തുകളിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഡിവിഷൻ. അവിടെയാണ് ഈ ശ്രീരാജ് ശ്രീവിലാസം ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. വെള്ളനാട്ടിൽ നിന്ന് ശ്രദ്ധേയമായ വാർത്ത വരുന്നു. വെള്ളനാട് ചാങ്ങ വാർഡിൽ ബി.ജെ.പി വിജയിച്ചിരിക്കുകയാണ്. വെള്ളനാട് ചാങ്ങ വാർഡിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഒപ്പം കൊല്ലം നെടുവത്തൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിദ്യാവി വിജയിച്ചിരിക്കുന്നു 300-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. മാവേലിക്കരയിലെ 17-18 വാർഡുകളിൽ ബി.ജെ.പി വിജയിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ മാവേലിക്കര നഗരസഭയിൽ ബി.ജെ.പി വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുടെ അപ്ഡേഷനിലേക്കാണ് നമുക്ക് വളരെ ചേരുന്നു. ജിജേഷ്, തൃപ്പൂണിത്തറയിലെ തേരോട്ടം തുടരുകയാണോ ബി.ജെ.പി? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും തൃപ്പൂണിത്തറയിലെ ആ തേരോട്ടം NDA BJP തുടരുകയാണ്. അവിടെ നേരത്തെ പ്രതീക്ഷിച്ച ഒരു ഫലം തന്നെ, കാരണം വലിയ ഒരു മുന്നേറ്റം തൃപ്പൂണിത്തറയിൽ NDA നടത്തിയിരുന്നു. BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കുമ്പോൾ 14 സീറ്റിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞു. LDF-ന്റെ 8 സീറ്റും UDF-ന് 4 സീറ്റുമാണ്. ഈ ഒരു ട്രെൻഡിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ BJP സഖ്യം ഇവിടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് ഉള്ളത്. നേരത്തെ എങ്ങനെയാണോ പ്രവചിക്കപ്പെട്ടത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നു. പ്രത്യേകിച്ച് LDF കോട്ടകളിൽ പോലും കടന്നു കയറിയുള്ള ഒരു മുന്നേറ്റം, വിജയം എല്ലാം തന്നെയാണ് പ്രധാനമായും അവിടെ കാണിക്കുന്നത്. അത്തരത്തിൽ NDAയുടെ ഒരു മുന്നേറ്റം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. തൃപ്പൂണിത്തുറയുടെ മറ്റ് മുനിസിപ്പാലിറ്റികളിലടക്കം തന്നെ കൂടുതൽ സീറ്റുകളിൽ നേടിക്കൊണ്ട് NDA വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പെരുമ്പാവൂരിലും ഒപ്പം തന്നെ അത്തരം സ്ഥലങ്ങളിലെല്ലാം പെരുമ്പാവൂരിൽ 5 സ്ഥലത്ത് NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ സൈറ്റ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മൂവാറ്റുപുഴയിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ 1 സീറ്റിൽ NDA ഉണ്ടായിട്ടുണ്ട്. കോതമംഗലത്ത് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കോതമംഗലത്ത് 2 സീറ്റുകളിൽ ആണ് ലീഡ് നിലയുള്ളത്. ആലുവയിൽ 4 സീറ്റിൽ NDAയുടെ മുന്നേറ്റമുണ്ട്. അങ്ങനെ വിവിധ എറണാകുളം ജില്ല നഗരസഭകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയതിനൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ ഭരണം പിടിക്കുന്ന ആ ഒരു നിലയിലേക്ക് കൂടി NDA എത്തിയിരിക്കുന്നു. പല വാർഡുകളും LDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ശക്തമായ മത്സരം നടത്തി അവിടെയെല്ലാം വലിയ മാർജിനിൽ തന്നെ വിജയിക്കാൻ NDAക്ക് കഴിഞ്ഞു. ഈ ഒരു ട്രെൻഡ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ ഒരു വിജയം കൃത്യമായി തന്നെ നിൽക്കുകയും ചെയ്യും. തൃപ്പൂണിത്തറ നഗരസഭയിൽ ബി.ജെ.പി മുന്നേറ്റം തുടരുകയാണ്. കഴിഞ്ഞ തവണ ചുരുങ്ങിയ സീറ്റുകൾക്ക് ബി.ജെ.പിക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയ നഗരസഭയാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ. അവിടെ ഈ തവണ അവിടം തിരിച്ചു പിടിക്കുമെന്ന ഒരേ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ബി.ജെ.പി നടത്തിയിരുന്നു. അതിപ്പോൾ ഫലം കാണുകയാണ്.